നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയർന്നിരിക്കുന്നു. തീയതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് വെക്കുമ്പോൾ 1 വർഷത്തിൽ താഴെ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പൊ അതിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകുമോ എന്ന ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. ആ സംശയം നീങ്ങിയിരിക്കുന്നു. നിലമ്പൂർ ഗോസ് ടു പോൾ ഓൺ 19th ജൂൺ 23-ാം തീയതി ഫലം വരും. 19-ാം തീയതി മുതൽ ഇന്നേക്ക് കേവലം 23 ദിവസത്തെ പ്രചരണ സമയം മാത്രമാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് കിട്ടുന്നത്. ഈ രാഷ്ട്രീയ കക്ഷികൾ വളരെ കാലം മുൻപ് തന്നെ, ജനുവരി മുതൽ തന്നെ, PV അൻവർ നിയമസഭ അംഗത്വം ഒഴിഞ്ഞത് മുതൽ തന്നെ കാര്യമായ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും UDF-നുള്ളിൽ. കാരണം UDF-ന് ഇതൊരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇപ്പോൾ UDF-നോട് ചേർന്ന് നിൽക്കുന്ന PV അൻവർ, അദ്ദേഹം വെക്കേറ്റ് ചെയ്തത് LDF-ന് സീറ്റാണെങ്കിലും UDF-ന് ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. അതുകൊണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ അഡോപ്റ്റ് ചെയ്ത അതേ സ്റ്റാൻഡേർഡ്, അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി നീങ്ങുന്ന ഒരു കാഴ്ച, അത് പാലക്കാട് നമ്മൾ കണ്ടു. അതിനു മുൻപ് ഈ 2 തെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ 2 പേരാണ് ഇത്രയും കാലം ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഒരാൾ ഉടനെ തന്നെ, ഒരു പക്ഷേ ഈ റിപ്പോർട്ട് നിങ്ങൾ കാണുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആയിരിക്കില്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരിക്കും, കൈപ്പത്ത് ചിഹ്നത്തിലായിരിക്കും. ചോദ്യം ആര്യാടൻ ഷൗക്കത്തിനാണോ അതോ VS ജോയിക്കാണോ നറുക്ക് വീഴുക എന്നത് മാത്രമാണ് ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം. 2 പേരും തമ്മിലുള്ള ഒരു മാറ്റുരയ്ക്കൽ ഏറെക്കാലമായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. VS ജോയ് പൊതുവെ ശാന്തനായ സംഘടനാ രീതിയിൽ, കാരണം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, ചെറുപ്പക്കാരനാണ്, ക്രൈസ്തവ മുഖമാണ്. അപ്പൊ ക്രൈസ്തവ സമൂഹത്തോട് UDF അടുത്ത് നിൽക്കുന്നു എന്ന സൂചന കൊടുക്കത്തക്ക രീതിയിൽ പുതിയ KPCC പ്രസിഡന്റ് ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ആന്റോ ആന്റണിയുടെ പേരും അവസാനം സണ്ണി ജോസഫിന്റെ പേരിലേക്ക് എത്തി നിന്നത്. അപ്പം അതൊരു നിലമ്പൂർ ഒരു കുടിയേറ്റ മേഖലയാണ്. വലിയ ക്രൈസ്തവ സാന്നിധ്യമൊന്നുമില്ലെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും കിഴക്ക് പ്രദേശത്തുള്ള കുടിയേറ്റ മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഉചിതനാകും. VS ജോയ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണല്ലോ, സർവ്വസമ്മതനായ ആളുമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് PV അൻവർ. മുൻകൂട്ടി തന്നെ ഓടുന്ന പട്ടിക്ക് ഏറെ മുഴം മുന്നിൽ എറിഞ്ഞു വെച്ചു PV അൻവർ. അങ്ങനെയെങ്കിൽ ജോയ് പരിഗണനാ വിഷയം ആകേണ്ടയാളാണ്. രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പോളിസിയൊക്കെ അനുസരിച്ച് ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിഗണന എന്നൊക്കെ പറയുമ്പോൾ ജോയ്ക്ക് അസാധ്യമല്ല. അതേസമയം കൂടുതൽ അർഹതയുണ്ട് എന്ന് കരുതുന്നത്, പലപ്പോഴും അദ്ദേഹം കരുതുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിൽ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് മുൻപ് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്, PV അൻവറിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് ഏറെ ആഴത്തിൽ ബന്ധങ്ങളുണ്ട്. അത് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കിക്കൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ് ആ ഒരു മണ്ഡലത്തിലെ മുസ്ലിം ജനസാമാന്യം. ആര്യാടൻ ഷൗക്കത്തിന് മുൻകാലങ്ങളിൽ ആര്യാടൻ മുഹമ്മദിന് മുസ്ലിം ലീഗുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിതാവിന്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു മേധാവിത്വത്തെ മലപ്പുറം ജില്ലയിൽ തടുത്തു നിർത്തിയിരുന്നത് പ്രത്യേകിച്ചും ആ മേഖലയിൽ, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മേഖലയിലൊക്കെ ആര്യാടൻ മുഹമ്മദാണ്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിനോട് മുസ്ലിം ലീഗിനും കാര്യമായ വിയോജിപ്പുകളൊന്നുമില്ല എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായും മുസ്ലിം ലീഗിന്റെ അക്കമഴിഞ്ഞ പിന്തുണയുണ്ട്. അപ്പൊ ഈ 2 സ്ഥാനാർത്ഥികളിലേക്ക് പേരുകൾ നിൽക്കുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതിലൊരാൾ ഉറപ്പായും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിത്വമായി രംഗത്ത് വരും. ഇവിടെയാണ് LDF-ന്റെ പ്രസക്തി. ഏതെങ്കിലും കാരണവശാൽ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടാൽ, അങ്ങനെ വന്നാൽ ഒരു വിമത സ്ഥാനാർത്ഥി, അതിൻ്റെ സ്വരം ഒരു P സരിന്റെ സ്ഥാനത്ത് ആര്യാടൻ ഷൗക്കത്തിനെ കാണാനാവുമോ എന്ന ചിന്തയിലാണ് LDF. ഒരിക്കൽ കൈപൊള്ളിയതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് പാലക്കാട് കടന്നു വന്ന P സരിൻ അവസാനം ഷാഫി പറമ്പിലിന്റെയും ഒരുപക്ഷെ സതീഷിന്റെയും ഒക്കെ അനുഗ്രഹാശിസുകളോടെ
തെക്ക് നിന്ന് വന്ന മന്ത്രവാടൂർ പ്രദേശത്തു നിന്നും വന്ന ഒരു യങ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കടന്നു വന്നതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ ഒരുപക്ഷെ ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാവുമോ എന്ന ഒരു ചിന്ത മുൻകൂട്ടിയുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. ഒരു കാരണവശാലും കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയാലും കോൺഗ്രസിൽ നിന്നും വിട്ടു പോകില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുമാണ്. ഇത് വെറും ഹൈപ്പോത്തറ്റിക്കൽ മാത്രമാണ്. പക്ഷേ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ആ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ഇന്നത്തെ നിലയിൽ കഴിയുമോ എന്ന ന്യായമായ സംശയം CPM-നുണ്ട്. CPM-ന് തീർച്ചയായും അവിടെ വോട്ടുകളുണ്ട്. അതുകൊണ്ടാണല്ലോ CPM-ന്റെ വോട്ടുകൾ കൊണ്ട് കൂടിയാണല്ലോ PV അൻവർ ജയിച്ചു വന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ K കുഞ്ഞാലി അവിടെ ജയിച്ചു വന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അമരക്കാരൻ എന്ന നിലയിൽ. പിന്നീട് TK ഹംസ ജയിച്ചു വന്നു. അത് ഇടതുപക്ഷ കോൺഗ്രസ്സുകാരനായിരുന്നു ഒറിജിനലി, പിന്നീട് ഇടതുപക്ഷത്തേക്ക് നീങ്ങി അദ്ദേഹം ജയിച്ചു വന്നു. പക്ഷെ പിന്നീടെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത്, സമീപകാലത്തെല്ലാം തന്നെ കോൺഗ്രസിന്റെ ശക്തമായ ഒരു തേരോട്ടം അവിടെ കണ്ടു. MP ഗംഗാധരൻ അത് 77 വരെയുള്ള 71-77 കാലഘട്ടത്തിലും 71-80 കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദും, പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 87 മുതൽ ദീർഘമായ ഒരു 5 പ്രാവശ്യം 87, 91, 96, 2001, 2011 കഴിഞ്ഞ് 2006 അത്രയും തെരഞ്ഞെടുപ്പിൽ 2011 വരെയുള്ള കാലത്ത് ദീർഘമായി ആര്യാടൻ മുഹമ്മദിന്റെ വിജയം അത് തീർച്ചയായും മണ്ഡലത്തെ ഒരു കോൺഗ്രസ് മണ്ഡലമാക്കി മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ബാലികേറാമലയായിരുന്ന അവിടെ മുൻകാല കോൺഗ്രസ് വിമതനായ PV അൻവറിനെ ഇടതുപക്ഷം ഫ്ലോട്ട് ചെയ്തതും ആദ്യ തെരഞ്ഞെടുപ്പിൽ 2016 വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും 2021 റിഡ്യൂസ്ഡ് മാർജിനിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് രണ്ട് പക്ഷത്തേക്കും ചായാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഇപ്പോൾ ഇതാ പുതിയ KPCC പ്രസിഡന്റ് വന്നിരിക്കുന്നു. VD സതീശന്റെ ട്രാക്ക് റെക്കോർഡ് ഇതുവരെ ഇംപെക്കബിൾ ആണ് പ്രതിപക്ഷ നേതാവിന്റെ. അപ്പോൾ VD സതീശന് അഭിമാന പോരാട്ടമാണ്. അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സ്റ്റിക്ക് എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലെല്ലാം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ വ്യക്തിപരമായ ഒരു റിസ്ക് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ പേരിൽ പഴിചാരിക്കോളൂ. അത് നമ്മൾ നിലമ്പൂരും അതേ പ്രയോഗം VD സതീശനിൽ നിന്നും പ്രതീക്ഷിക്കാം. കാരണം VD സതീശൻ ട്രാക്ക് മെച്ചമാണെന്ന് പറയാൻ കാരണം പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിന് കാലിഡറി എന്ന് പറയുന്നത് ശരിയല്ല, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അത് LDFന്റെ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ 20,000 വോട്ടിൽ നിന്നും പിന്നെ ആ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ K രാധാകൃഷ്ണൻ ജയിച്ച സീറ്റാണ്. അപ്പോൾ അവിടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റെല്ലായിടത്തും ഗംഭീര വിജയമായിരുന്നു. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടും കോൺഗ്രസ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം. അപ്പോൾ K സുധാകരൻ VD സതീശൻ ടീമിനെ അഭിമാനിക്കാൻ വകയുണ്ട്. K സുധാകരൻ പുറത്തുപോയി, VD സതീശൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുന്നു. അഭിമാന പോരാട്ടം. അതുപോലെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം താൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പോരാട്ടം. മറുപക്ഷത്തെ ഇടതുപക്ഷത്തിൽ M സ്വരാജിന്റെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ LDF മെഷീനറി. ഇപ്പോഴും ഒരു പിണറായി വിജയനെയോ LDFനെയോ പൂർണ്ണമായി എഴുതി തള്ളാനാവില്ല എന്ന് നമുക്കറിയാം. കാരണം കേരള രാഷ്ട്രീയം ആഴത്തിൽ നോക്കുന്നവർക്കറിയാം. കാരണം ഒരു ഡൗൺ ബട്ട് നോട്ട് ഔട്ട് എന്ന രീതിയിലാണ്. പക്ഷേ തിരിച്ചു വരവിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഒരു 4 വർഷത്തെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. ആ സമയത്താണ് ഹൈവേ വിവാദവും മണ്ണിടിഞ്ഞു താഴലും എല്ലാം ഉണ്ടായത്. ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിലും LDFന്റെ സംഘടനാ സംവിധാനം ഇപ്പോഴും വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു വലിയ വിഷയമായി വരും. അതുകൊണ്ടാണ് ആരാണ് സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി എന്നത് തീർച്ചയായും പേരുകളൊന്നും തന്നെ പൂർണ്ണ രീതിയിൽ M സ്വരാജ് തന്നെ അവസാനം മത്സരിക്കാൻ എത്തുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം M സ്വരാജിന് ഏറെ പരിചിതമായ മേഖല, അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ ഒരു യങ് റിസോഴ്സിനെ ഈ പുതുപ്പള്ളിയിൽ ജെയ്ക്സി തോമസിനെ നിർത്തി മത്സരിപ്പിച്ച് വൻ പരാജയം ഏറ്റുവാങ്ങിയതുപോലെ ഒരു പരാജയം വളർന്നു വരുന്ന നേതാക്കളാണ് ജയിക്കും സ്വരാജും എല്ലാം. ഇടതുപക്ഷത്തിൽ ഭാവിയിൽ നേതൃത്വത്തിൽ എത്തേണ്ട ആളുകളാണ്. അപ്പം അവർക്ക് ഒരു പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വലിയൊരു കോട്ടമായിരിക്കും രാഷ്ട്രീയ ഭാവിയിൽ. ഇതെല്ലാം ആലോചിച്ച് LDFും ഒരു തീരുമാനമെടുക്കാനുള്ള
സാധ്യതയാണുള്ളത്. എന്നിരുന്നാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏക മൽപ്പിടുത്തം രാഷ്ട്രീയ ബലാബലം എന്ന നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൻ പ്രാധാന്യമാണ് തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിന് മുന്നിൽ നൽകുന്നത്. അതുകൊണ്ട് ഉദ്വേഗജനകമായ ദിവസങ്ങളിലേക്ക് കാത്തിരിക്കാം. ഇനിയുള്ള 23 ദിവസം പൊടിപാറുന്ന പോരാട്ടം. അതുകൊണ്ട് ഫലപ്രഖ്യാപനം വരുന്ന ജൂൺ മാസം 23-ാം തീയതിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.